സംസ്ഥാനത്ത് പലയിടത്തും ദുരിത പെയ്ത്താണ്. ഏതെല്ലാം പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് എന്ന് നമുക്ക് നോക്കാം. സംസ്ഥാനത്ത് മഴയുടെ ശക്തിയിൽ കാര്യമായ കുറവ് സംഭവിച്ചിട്ടില്ല. ഒറ്റപ്പെട്ട ശക്തമായ മഴ പലയിടത്തും ലഭിക്കുന്നുണ്ട്. അതിശക്തമായ മലയോര മേഖലകളിലൊക്കെ പെയ്യുന്നുമുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂർ, അതായത് ഇന്നലെ രാവിലെ 8:30 മണി മുതൽ ഇന്ന് രാവിലെ 8:30 മണി വരെയുള്ള സമയത്ത് കേരളത്തിൽ എവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇപ്പോഴും പല ജില്ലകളിലും ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട്. ഇടുക്കി ഉടുമ്പന്നൂരിൽ 145 മില്ലിമീറ്റർ മഴയാണ് 24 മണിക്കൂറിൽ നമുക്ക് ലഭിച്ചത്. ഇടുക്കിയിൽ നമുക്കറിയാം ഓറഞ്ച് അലർട്ടാണ്. അതിശക്തമായ മഴ പലയിടത്തും പെയ്യുന്നുണ്ട്. ഇടുക്കിയിൽ ഉടുമ്പന്നൂരിൽ മാത്രമല്ല മറ്റ് പല പ്രദേശങ്ങളിലും, അതായത് ചെറുതോണിയിൽ 125.5 മില്ലിമീറ്റർ മഴ ചെറുതോണിയിൽ ലഭിച്ചിട്ടുണ്ട്. ആ 24 മണിക്കൂറിൽ ഇടുക്കിയിൽ സാമാന്യം അതിശക്തമായ മഴ തന്നെയാണ് ഇടുക്കി ജില്ലയിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെ മറ്റു പ്രദേശങ്ങളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ പലയിടത്തും ഉണ്ടായി. പത്തനംതിട്ടയിലും 100 മില്ലിമീറ്ററിന് മുകളിൽ, പത്തനംതിട്ട ലാഹയിൽ 100 മില്ലിമീറ്ററിന് മുകളിൽ മഴ ലഭിച്ചിട്ടുണ്ട്. 103.5 മില്ലിമീറ്റർ മഴയാണ് പത്തനംതിട്ട ലാഹയിൽ 24 മണിക്കൂർ പെയ്തത്. പത്തനംതിട്ടയിലും ഓറഞ്ച് അലേർട്ടാണ്. പത്തനംതിട്ടയിൽ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ റാന്നി പ്രദേശത്ത് 94 മില്ലിമീറ്റർ മഴ പത്തനംതിട്ട റാന്നിയിൽ ലഭിച്ചിട്ടുണ്ട് 24 മണിക്കൂറിൽ. ഇപ്പോഴും മലയോര മേഖലകളിലൊക്കെ അതിശക്തമായ മഴ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ആലപ്പുഴ തൈക്കാട്ടുശ്ശേരി, ആലപ്പുഴയിൽ ഓറഞ്ച് അലർട്ടാണ്. തൈക്കാട്ടുശ്ശേരി ഭാഗത്ത് 85 മില്ലിമീറ്റർ മഴ ആലപ്പുഴ തൈക്കാട്ടുശ്ശേരി ഭാഗത്ത് 24 മണിക്കൂറിൽ പെയ്യുകയും ചെയ്തു. ഇനി കോഴിക്കോടേക്ക് പോയാൽ കോഴിക്കോട് ഉറുമി ഭാഗത്ത് 83 മില്ലിമീറ്റർ മഴയാണ് കോഴിക്കോട് ഉറുമി മേഖലയിൽ പെയ്തിരിക്കുന്നത്. വടക്കൻ ജില്ലകളിലും അതിശക്തമായ മഴ പല ജില്ലകളിലും ലഭിക്കുന്നുണ്ട്. കോഴിക്കോട് ഓറഞ്ച് അലർട്ടാണ്. തൃശ്ശൂരേക്ക് പോകണമെങ്കിൽ തൃശ്ശൂർ യെല്ലോ അലർട്ടാണ്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ മഴ ആ 24 മണിക്കൂറിൽ ലഭിച്ചത് മുനയ്ക്കൽ 79.5 മില്ലിമീറ്റർ മഴയാണ് മുനയ്ക്കൽ ഭാഗത്ത് ലഭിച്ചത്. ഇനിയുള്ള വരും മണിക്കൂറുകളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നുണ്ട്. മഴയുടെ ശക്തി ഒരു അല്പം കുറഞ്ഞു നിന്നാൽ ഒരു 2 ദിവസം കൂടി കഴിഞ്ഞാൽ കൂടുതൽ ശക്തമായ മഴ, അല്ലെങ്കിൽ മഴ കൂടുതൽ സജീവമായി പെയ്യാനുള്ള സാധ്യതയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തുടരുന്ന ജാഗ്രത അങ്ങനെ തന്നെ തുടരണം എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും അറിയിപ്പ്.